ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സോസേജ് കൊണ്ട് നല്ലൊരു അടിപൊളി റോസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 6 സോസേജ് നമ്മൾ വേവിച്ചിട്ട് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ്. അതും ചെറുതായിട്ട് പകുതി വേവിന് പുഴുങ്ങിയിട്ട് നമ്മളിതുപോലെ നീളത്തിൽ കീറിയെടുത്തത്. 3 ചെറിയ സവാള അത് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്, ഇഞ്ചി അല്പം ഇഞ്ചി, അല്പം വെളുത്തുള്ളി, പച്ചമുളക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മുട്ട, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കടുക്, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. നമ്മളെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പെട്ടെന്ന് ചപ്പാത്തിക്കോ അപ്പത്തിനോ പൊറോട്ടയ്ക്കോ ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ വേണം. എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ അത് ഇട്ടൊന്ന് ഇളക്കിയിട്ട് അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു അതുകൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കും. ഈ സമയം നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള വഴന്ന് കിട്ടാണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ സവാള ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. എല്ലാ ആ ഉള്ളിയിലും മുഴുവൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരണം. നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ചേർത്ത് അതിന് ശേഷം നമ്മളതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാലയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി അതെല്ലാം ഒന്ന് യോജിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സോസേജ് ആ സോസേജ് ഇട്ട് കൊടുക്കുക. സോസേജ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി ആ സോസേജിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കണം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ പീസസും അത് പകുതിക്ക് വെന്തതാണ്, ബാക്കി പകുതി കൂടി വേകാനുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മളൊരു 25 മില്ലി എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒരല്പം കുറവുള്ള പോലെ തോന്നി 25 മില്ലി എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
മസാല ഇനി ഇതിലേക്ക് നമ്മൾ ആ 1 ഗ്ലാസ് പാലെടുത്ത് വെച്ചിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. ആ പാലിനകത്താണ് ഇനി ഇതിൻ്റെ ബാക്കി വേകാനുള്ളതൊക്കെ വേകുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം നമ്മൾ അതിനകത്ത് ഈ സമയം ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കിയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് നല്ലപോലെ ഇത് മൂടി വെച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നല്ല ക്ലിയറായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമ്മൾ മൂടി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിന് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സോസേജ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റോസ്റ്റാണ്. ഇവിടെ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോകൾ കാണാനായിട്ട് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും കാണാം. വീണ്ടും നല്ലൊരു ഐറ്റമായി വരും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.